Ladies and gentlemen, welcome to this beautiful evening. I'm Dana Honey and I'm going to be the host for the event. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മലയാള സിനിമയിലെ അതുല്യ പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ടും ശോഭ കൊണ്ടും അലങ്കരിക്കപ്പെടുന്ന ഒരു ആഘോഷവേളയുടെ ആദരവിന്റെ വേദിയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യപരിപാടികളിലേക്കൊക്കെ നമുക്ക് കടക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാവരും എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ നമ്മുടെ ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് അഷ്റാല പ്രൊഡക്ഷൻസ് നമുക്ക് വേണ്ടി ഉദ്ഘാടന കർമ്മം നമുക്കായി നിർവഹിക്കുന്നത് സംഗീത ലോകത്തെ മാന്ത്രികൻ എന്ന് വിശേഷിക്കാവുന്ന ഒരു മഹാപ്രതിഭയാണ്. അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇതാണ്. മാൻഡോലിൻ എന്ന സംഗീത ഉപകരണത്തിന് പുതിയൊരു നിർവചനം പ്രത്യേകിച്ചും ഇന്ത്യൻ സംഗീത മേഖലയിൽ നൽകിയ മാന്ത്രികനാണ്. ശരിക്കും സംഗീത ലോകത്തെ ഓസ്കാർ എന്ന് പറയുന്ന ഗ്രാമി അവാർഡ്സിന്റെ നോമിനേഷനിൽ എത്തിപ്പെട്ട നമുക്ക് ഇവർക്കും അഭിമാനിക്കാവുന്ന പ്രതിഭയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മാൻഡോലിൻ രാജേഷ്. നിറഞ്ഞ കൈകൾ നൽകിക്കൊണ്ട് നമുക്ക് ശ്രീ മാൻഡോലിൻ രാജേഷ് വേദിയിലേക്ക് ക്ഷണിക്കാം. കുറേ കാലം മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ആദ്യം അജിത്ത് ഈസ് എ റൈറ്റർ, പല കാര്യങ്ങളായിട്ട് ഈ കഥ ആ കഥ എന്നൊക്കെ പറഞ്ഞ് കുറെ കാലമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ബട്ട് ഫൈനലി ടുഡേ ദാറ്റ് ഡേ ഹസ് കം ആൻഡ് ഐ ആം വെരി ഹാപ്പി ദാറ്റ് രഘുവും അജിത്തും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരാണ്, ഒറിജിനൽ നാട്ടുകാരല്ല. ഞാൻ പട്ടാമ്പിക്കാരനാണെങ്കിൽ ഇപ്പം ഞാൻ മുത്തക്കുറിച്ചാണ്. ആ ഏരിയയിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളത് തന്നെയാണ്. സോ somehow ഇങ്ങനൊരു കമ്പനി, പ്രൊഡക്ഷൻ ഹൗസ്, അതിനകത്ത് വെറും ഒരു പ്രൊഡക്ഷൻ മാത്രമല്ല, there are a lot of things involved. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വേണമോ അതെല്ലാം ഈ കമ്പനിക്ക് അജിനാണിക്കകത്തുണ്ട്. ആൻഡ് ഈ കമ്പനിക്ക് വലിയൊരു സക്സസ് ആവട്ടെ. കാരണം ഇന്ന് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നെടുന്തൂൺ അവരാണ്. അതിനകത്ത് ആ നെടുന്തൂണിനകത്ത് ഒരു കച്ചവട മൈൻഡ് മാത്രമല്ല, ക്രിയേറ്റീവ് മൈൻഡ് കൂടെ വരുന്ന സമയത്ത് പല റിസ്ക് എടുക്കാൻ തയ്യാറുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ പലതും നഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ ആ റിസ്ക് എടുക്കുന്നവര് അതിന് ഉദാഹരണമായിരുന്നു
നമ്മൾ കണ്ട കാന്താരയിൽ നിന്നൊരു തുടക്കം. ആ വ്യക്തി എനിക്ക് നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന് ഫസ്റ്റ് നാഷണൽ അവാർഡ് കൊടുക്കുന്ന ജൂറി ചെയർമാൻ ഞാനായിരുന്നു. ഒരു ചിൽഡ്രൻ ഫിലിമായിട്ട് വന്നിട്ട് അദ്ദേഹം ആ ചിൽഡ്രൻ ഫിലിമിൽ തന്നെ തെളിയിച്ചു വരും. കാരണം സ്വന്തമായിട്ട് പൈസ ഇറക്കി സ്വന്തമായിട്ട് ഡയറക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ റിസ്ക് എടുത്ത് തന്ന് ഇന്ന് അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് സിനിമയ്ക്ക് ഒരു ഉദാഹരണമാണ്. അതുപോലെ ഒരു ഉദാഹരണമായിട്ട്, സക്സസിന്റെ ഒരു ഉദാഹരണമായിട്ട് അജ്ലാന കമ്പനി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സാറിന്റെ ആത്മാർത്ഥമായ വാക്കുകൾക്ക് നന്ദി. ഇനി രാജേഷ് സാർ 2 വാക്കുകൾ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. It's such a pleasure and honor to be on the stage in front of all these legends, and thank you for inviting me to Mananji. I wish you all the very best, both of you. And one amazing thing I would like to say is doing Guru Vandram to this great legends. Such an amazing thing, and I wish you all the very best for this venture, Ajrana Productions, and special thanks to my brother Krishna Prasad for inviting me here. Namaskar, all the best. താങ്ക് യു ശ്രീ രാജേഷ്. ഇനി രഘു ചേട്ടൻ 2 വാക്കുകൾ പ്ലീസ്. നമസ്കാരം. ഞങ്ങൾ പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്ന ഒരു കമ്പനി ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയ ഒരു ചെറിയ കാര്യം. ശരിക്കും 2018 ഞാൻ സൂര്യ ടി വിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. അതിനുശേഷം അതിൻ്റെ ഒരുപാട് ചർച്ചകൾ ചില സമയങ്ങളിലൊക്കെ അതിലേക്ക് എത്തി, പക്ഷെ പിന്നോട്ട് പോയി. പിന്നെ എൻ്റെ സിനിമ ജവാനും മുല്ലപ്പൂവും. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് എൻ്റെ സഹോദരതുല്യനായ എൻ്റെ പ്രൊഡ്യൂസർ ജവാനും മുല്ലപ്പൂവും, എൻ്റെ പ്രൊഡ്യൂസർ പ്രിയപ്പെട്ട വിനോദ് ഉണ്ണിത്താൻ സാർ, ടു ക്രിയേറ്റീവ് മൈൻഡ്സിൻ്റെ അദ്ദേഹമാണ് എന്നെ ഈ വേദിയിലേക്ക് ശരിക്കും എനിക്കിപ്പോൾ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഇവിടെ നിൽക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ ഒരുപാട് ഡെവലപ്പ് ആവുന്നു. അപ്പോൾ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഞങ്ങൾക്ക് തുടങ്ങണം. അപ്പോൾ എങ്ങനെ തുടങ്ങണം, അത് ഡിഫറെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഗുരുവന്ദനം, നമ്മളുടെ മുന്നേ പോയ മലയാള സിനിമയിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ലെജൻസ്, ഗുരുക്കന്മാർ, അവരെ കഴിയും പോലെ പരിപൂർണമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും എത്തിക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. പലരും വിട്ടുപോയിട്ടുണ്ട്, ഞങ്ങളുടെ അറിവില്ലായ്മയുണ്ട്. അപ്പോൾ അജ്രാന പ്രൊഡക്ഷൻസിന്റെ ഒരു നല്ല രീതിയിൽ വരുമ്പോൾ അടുത്ത വർഷം ഇതുപോലെ ഡിസംബർ 1-ാം തീയതി മലയാള സിനിമയെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാസംഗമം തന്നെ നടത്തണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പലരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതിന്റെ പരാതികളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ സാഹചര്യം, അതുപോലെ പരിമിതികൾ, എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് ഏറ്റവും വലിയ ഗുരുക്കന്മാരായ നീലക്കുയിലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ RS പ്രഭു സാർ മുതൽ വിപിൻ സാർ, അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ ഏറ്റവും ജൂനിയേഴ്സായ ഞാനും അജിത്തും ചേർന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്, ഒരു ദൈവാധീനമായി ഞാൻ കരുതുന്നു. പിന്നെ അജ്രാന പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ സാർ ഒരുപാട് ഞങ്ങൾക്ക് അഡ്വൈസൊക്കെ തന്നിട്ടുണ്ട്. സാർ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെയുണ്ട്. മേജർ സാർ ഞങ്ങളൊരു സിനിമ മാത്രമല്ല, ഇന്നത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ OTT പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ്, അതുപോലെ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മാസമായിട്ടുള്ളൊരു സംവിധാനമാണ് അജ്രാന പ്രൊഡക്ഷൻസ്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇവിടെ വരും, PPT പ്രസൻറ്റേഷൻ ആയിട്ട് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാവരും വന്നതിലും സഹകരിച്ചതിലും എല്ലാവരോടും ഞാൻ താങ്ക് യു പറയുന്നു. കൂടെ ഇനി ഉണ്ടാവണം, എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. ഇങ്ങനൊരു മുഹൂർത്തവും സന്ദർഭങ്ങളൊന്നും ഉണ്ടാവുന്ന ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുമില്ല.
ഞങ്ങളെയൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പുതിയ തലമുറയിൽ വരുന്ന പുതിയ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയത്. എന്നെ വിളിച്ചപ്പോഴും ഞാൻ അത്ര സീരിയസ് എടുത്തില്ല. ആദ്യം പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്നാ പറഞ്ഞു. പിന്നെ തിരിച്ചവരെന്നെ കൊണ്ട് പറയിപ്പിച്ചു ഞാൻ വരണം എന്നുള്ളത്. അതിന് ജനാർദ്ദനേട്ടൻ കാരണക്കാരനായി. ജനാർദ്ദനേട്ടൻ അവിടെ വിളിച്ചു, എന്തിനാ നീ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഇവരെല്ലാവരും, ഞാൻ 56 കൊല്ലമായി രണ്ടാം മുഖങ്ങളാണ് പഠിക്കുന്നതൊക്കെ. എൻ്റെ പ്രൊഫസറടക്കം പ്രൊഫസറിന് ഞാൻ 8-9 സിനിമകൾ ഡയറക്റ്റ്. ഒരുപാട് 10-60-70 സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു. 14 ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഉണ്ടാകുന്നു. ഈ അനുഭവങ്ങൾ മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തന്നത് മധുവേട്ടനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് മദ്രാസിൽ വരുമ്പോൾ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത് ഞങ്ങളെ കുറിച്ചാണ്. ഞാൻ കൊച്ചു പയ്യനാണ്, ഇപ്പോഴും ഞാൻ കൊച്ചു പയ്യൻ തന്നെയാണ്. എനിക്ക് പ്രായം അങ്ങനെ ഈ പറഞ്ഞ എല്ലാവരും എനിക്കറിയാം. എല്ലാവരും ഞാൻ കണ്ട കുട്ടികളാണ് മുടിയിലുള്ളവരൊക്കെ. പലർക്കും പിന്നെ പരിചയമുണ്ടെങ്കിൽ ഞാനൊരു ഭീകരനാണെന്ന് വിചാരിച്ച് എൻ്റെ അടുക്കാറില്ല. ഇവരെ കുറേ പേരുണ്ട്, ഇവരൊന്നും എന്നോട് മിണ്ടാറില്ല, പേടിച്ച് മാറി പോകാറുള്ളൂ. ഞാൻ പക്ഷെ ഭീകരനൊന്നല്ല, എൻ്റെ എക്സ്പ്രഷൻ സ്ഥായിയായ ഭാവം അങ്ങനെയായി പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാം ഒഴിഞ്ഞ് കാണുന്നില്ല, ഞാൻ ഒന്നുമല്ല. അത്ര സന്തോഷമുണ്ട് കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ ഇനിയുള്ളവരെയും ആദരിക്കാൻ അച്ഛനാണ് പ്രശ്നം കഴിയട്ടെ. അവർക്കെങ്കിലും ആ മനസ്സുണ്ടായല്ലോ, അതിന് മുന്നിൽ ഞാൻ നമിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് എന്താ പറയുന്നതെന്നറിയില്ല. വളരെയധികം സന്തോഷം ഇങ്ങനൊരു എല്ലാവരെയും ഇങ്ങനെ കാണാൻ പറ്റിയതിലും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമാണ്. പുതിയ മൂവി ഉണ്ട്, പുതിയ പടത്തിന്റെ വിശേഷം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഷാരി കലാസാറിന്റെ വരവിൽ അഭിനയിച്ചപ്പോ, പിന്നെ പത്തനാപുരത്തൊരു പടം, ഇത് രണ്ടും ചെയ്തു. ഇപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം. ഈയിടെയായിട്ട് ഒരുപാട് ആദരവ് ഏറ്റുവാണ്. ഇവിടെ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ ഇപ്പൊ 2 കൂട്ടാണ് വിളിക്കുന്നത്. ഏറ്റവും ആദരവിൽ വന്നത് യൂട്യൂബിൽ ഓൺലൈനിൽ ഇന്റർവ്യൂ സ്ഥിരമായിട്ട് വിളിച്ചു. പിന്നീടാണ് നമ്മുടെ ബാബുയുടെ ഇളബാബു പറഞ്ഞത്, ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഐഡിയാസോടുകൂടി കയറി വന്നിരിക്കുന്ന ചെറുപ്പക്കാരാണ് അവരെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്തൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷം തോന്നി. കാരണം ഈ സിനിമയിലുള്ള ഏത് സിനിമയിലുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നിൽക്കുന്നത് പണം മുടക്കുന്നത് പ്രൊഡ്യൂസേഴ്സാണ്. അതുപോലെ തന്നെ അതും ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരു വ്യക്തി ഈ സിനിമയിലേക്ക് ഒരു പൊസിഷനിലേക്ക് വരുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നത്. ഇവർക്ക് എല്ലാവിധ എന്താ പറയുന്നത് പ്രോത്സാഹനവും അനുഗ്രഹവും ദൈവത്തിനോട് നന്നായിട്ട് വരാനായി ഉള്ള പ്രാർത്ഥനയും എന്നുകൊണ്ട് അതേ പറയാറുള്ളൂ. നമുക്ക് ഈ പ്രൊഡക്ഷൻ നന്നായി വരുമ്പോ നമുക്കൊക്കെ ചിലപ്പോ വിശേഷങ്ങളൊക്കെ കിട്ടുമായിരിക്കുമല്ലേ. നന്നായി വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ജനാർദ്ദൻ ചേട്ടനെ ഫെലിസിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് എത്രയോ വർഷം മുമ്പ് തൊട്ട് നോട്ട് ജസ്റ്റ് ആസ് ആക്ടേഴ്സ്, ചേട്ടൻ സ്വന്തം ചേട്ടൻ പോലെ തന്നെയായിരുന്നു. ഒത്തിരി വർഷങ്ങൾ എല്ലാവരും അങ്ങോട്ടും
തോന്നുന്നു വീട്ടിലൊക്കെ പോയിട്ടും വരുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ഇമോഷണലും കൂടി ഒരു ഫീലിംഗ് ആണ് ചേട്ടനെ ഇങ്ങനെ തരുന്നത്. സോ താങ്ക് യു അച്ഛനണ്ണ പ്രൊഡക്ഷൻസ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതത്തിലെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നിമിഷമൊക്കെ ഞാൻ കാണുകയാണ്. കാരണം ജനാർദ്ദൻ ചേട്ടനെ പോലെ ഇത്രയും ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ ആദരിക്കാനുള്ള ഒരു വളർച്ചയൊന്നും എനിക്ക് ആയിട്ടുമില്ല. പക്ഷെ അതിനൊരു അവസരം എനിക്ക് തന്ന ഇതിന്റെ എല്ലാവരോടും ഞാൻ വലിയ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഇവരൊക്കെ വെട്ടിത്തെളിച്ച വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. അപ്പം സിനിമ ഉള്ളിടത്തോളം കാലം ഇവരെ ആരെയും മറക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്ന ധൈര്യമാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജനാർദ്ദൻ ചേട്ടനൊക്കെ ഒരു കഥാപാത്രത്തെ എങ്കിലും ഒരു ദിവസമെങ്കിലും യൂട്യൂബിൽ കാണാത്തൊരു മലയാളിയും കാണില്ല. എല്ലാ ദിവസവും ഇപ്പം പുതിയൊരു ചില സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, അതിൽ പോലും ജനാർദ്ദൻ ചേട്ടൻ ചെയ്തിരിക്കുന്ന വലിയ പഴയ കോമഡി സീൻസ് എടുത്ത് വെച്ചാൽ അപ്പം ഈ സിനിമയുടെ മാജിക്കാണ്. അപ്പോൾ ഒരിക്കലും ഇവരെ ആരെയും മറക്കില്ല. അപ്പം ഇത് ഇത്രയും വലിയൊരു പ്രതിഭേനെ ആദരിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അത് ദൈവത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ഗുരുവന്ദനം നടക്കുമ്പോൾ എന്റെ ഗുരുവാണിത്, എന്റെ ഗുരുവാണിത്. ഇതിനെക്കാട്ടിലും ഒരു ഭാഗ്യം കിട്ടാനില്ല. മധു എന്റെ ഗുരു മാത്രമല്ല, എന്റെ ബ്രദറുകൂടെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വളർന്ന് എന്നെ ക്യാമറമാനാക്കി മധുവിന്റെ ഒരു കയ്യൊപ്പില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ക്യാമറമാനാ പറ്റില്ല. എനിക്ക് അറിഞ്ഞൂടാ ക്യാമറ. എന്റെ അടുത്ത് ചോദിച്ചു എന്റെ കൂടെ നിൽക്കുള്ളൂ. ഞാൻ ചോദിച്ചത് എന്റെ കൂടെ ക്യാമറ പഠിക്കും. ഞാൻ പറഞ്ഞു എന്റെ കൂടെ നിന്നിട്ട് എന്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒക്കെ ഞാൻ പറഞ്ഞുതരാ പറഞ്ഞു. ആ പറഞ്ഞു തന്ന ആ ഇതാണ് നിങ്ങളിപ്പോ എനിക്ക് എന്റെ ഇന്ന് കാണുന്നത്. മധു എന്റെ ബ്ലഡാണ് വെച്ചാല് ഇവിടെയും ഉണ്ടാവും ബ്ലഡ്. മധുവിന് എല്ലാവിധ ആശംസകളും. വളരെ വളരെ സന്തോഷമുണ്ട്. അജ്രാന പ്രൊഡക്ഷന്റെ ബാനറിൽ ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതും ഞാൻ അധികം സംസാരിക്കാറില്ല. 5 വയസ്സുള്ള ഞങ്ങള് ഫ്രണ്ട്സാണ്. എന്റെ ഒറ്റാള് ഇതിലാണ് എന്റെ എല്ലാ രാസങ്ങളും അറിയാം. വെരി ഹാപ്പി മധു പറഞ്ഞ മാതിരിയാണ്. മധുവിന്റെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. എന്റെ ഒരു രഹസ്യം അതാണ് സത്യം. എന്നെ മുറിച്ചിട്ടാലും മധുവിനെ കാണാൻ പറ്റും. അതാണ് സത്യം. കാരണം എന്താ പറയേണ്ടത് എനിക്ക് അറിയാം. സങ്കടം വരും. അങ്ങനെ ദൈവം എന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. മധു ഇനിയും വർഷം വളരെ കാലം ഇനിയും മധുവിന്റെ കൂടെ എനിക്ക് അസിസ്റ്റ് ചെയ്യുക വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞേ ഉള്ളൂ. മധുവിന്റെ അടുത്ത പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഞാനും കൂടെ ഉണ്ടാവുന്നത് അതിന് ദൈവം. അതെ സർ, അതെ അതെ. എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകുമാർ പറഞ്ഞ പോലെ ഇത്തരം ഒരു ഗുരുവന്ദനം ഇതുവരെ ഈ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അറിവില്. അത് എന്നെ പ്രത്യേകിച്ച് തേടി വന്നതിൽ എനിക്ക് രഘുവിൻ്റെ അടുത്തത് ചോദിക്കാതിരിക്കുകയാണ് ഇങ്ങനെ ഓർമ്മിച്ചോന്നുള്ളത്. കാരണം ഞാൻ ഫാർ ഫ്രം ദ മാരിൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ല, ഞാൻ മദ്രാസിലാണ്. എന്നാലും അതേപോലുള്ള ആളുകളെ തേടി
ഞങ്ങൾക്കൊരു ആദരവ് തരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്, അഭിമാനമുണ്ട്. അതുകൊണ്ട് രഘുവിൻ്റെ ടീമിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനി മേലും മേലും നല്ല ഉയർച്ചകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, madam. With utmost respect, sir, few words. വളരെ വലിയ ധന്യതയാണ്. മേഡത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒന്നാണ്. വളരെ വ്യക്തിത്വമുള്ള, ഒരുപാട് നമ്മുടെ മലയാളത്തിലെ വളരെ വിശിഷ്ട ഗായികമാരും ഒക്കെ ഉള്ള ആ ശബ്ദങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ വ്യക്തിത്വത്തോടെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ശബ്ദം. ഒരു പാട്ട് ഉണ്ടാകുന്നതിന്റെ വരികളോ സംഗീതമോ മാത്രമല്ല, അത് പാടുന്ന ആ ഗായികയുടെ ഗായകന്റെയോ പ്രതിഭ കൂടി അതിലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അവരുടെ പാട്ടുകൾ മലയാള ഗാനശാഖ വലിയ മുതൽക്കൂട്ടാണ്. അത് എല്ലാ കാലത്തും നിലനിൽക്കും ഞാൻ വിചാരിക്കുന്നു. ഈ വലിയ ഗായികയെ ആദരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിൽ അങ്ങേറ്റത്തെ സന്തോഷമുണ്ട്. Thank you, sir. Sir, please, few words. ഇത്തരം ഗുരുക്കന്മാരെ ആദരിക്കാൻ ഇവിടെ ഖജാന പ്രൊഡക്ഷൻസ് മുൻകൈ എടുക്കുന്ന ഒരു ഉദ്യമത്തിൽ ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. ഒപ്പം ലത മാഡത്തിന് ഇങ്ങനൊരു ആദരവ് കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചതിനും നന്ദി രേഖപ്പെടുത്തുന്നു. ലത മാഡം, അമ്മ ശാന്ത പി നായർ എത്രയോ മഹത്തായ ഗാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആലാപനത്തിലൂടെ. ലത മാമും കുടുംബവും ഒക്കെ സംഗീത കുടുംബമാണ്. മകൻ ആലാപ് വളരെ പേരുള്ളൊരു ഗായകനും ബേസ് ഗിറ്റാറിസ്റ്റുമാണ്. ചെറുപ്പം മുതലേ ദൂരദർശനിലും മറ്റും പാട്ടുകൾ കേട്ട് ഉള്ള അനുഭവമുണ്ട്. ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷം. നന്ദി. ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ഫാനാണ്. അതുപോലെ റഫീഖിയുടെ ഞാൻ ഈ ഒന്നാം തരം ബലൂൺ തുടക്കത്തിൽ, അതാണ് എൻ്റെ ആദ്യത്തെ പാട്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് എം വി ശ്രീനിവാസൻ അങ്കിളാണ്. കാരണം പുള്ളി അന്ന് എന്നെ എനിക്ക് പാടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ രീതി തന്നെ മാറിപ്പോയെന്നെ. അത് മാത്രമല്ല, ഞാൻ അമ്മയുടെ കൂടെ റിഹേഴ്സൽസിന് പോകുമ്പോൾ എന്നെ കൊണ്ടൊരു പാട്ട് പാടിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പാടിയ പാട്ട് മുകേഷിനെ ആസൂമരീഹി എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറക്കാർക്കറിയാം, വളരെ ശോകമായിട്ടുള്ളൊരു പാട്ടാണ്. അത് എന്തുകൊണ്ട് ഞാൻ അന്നത് പാടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിക്ക് അതൊരു ധൈര്യം വന്ന് നമ്മുടെ മെരിലാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ സുബ്രഹ്മണ്യം മുതലാളിയോട് ഇങ്ങനെ ഒരു കുട്ടി പാടുന്നുണ്ട്, പാടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സുബ്രഹ്മണ്യം മുതലാളി അതെ നന്നായി അതിനെന്താന്ന് പറഞ്ഞ് പാടി ഒരു ടേക്കിൽ ഓക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് വിറ്റ് കഴിഞ്ഞിട്ട് എവിടെ എടുക്കണമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആദ്യമായിട്ട് മൈക്ക് ഫേസ് ചെയ്യണം. അപ്പോൾ അമ്മയാണോ കൂടെ നിന്ന് അതെങ്ങനെ അടുത്തത് വരുമ്പോൾ ഇവിടെ എങ്ങനെ പറഞ്ഞ് അങ്ങനെ പാടി ഒരു ടേക്കിൽ ഓക്കെ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മ. 101 രൂപ പ്രതിഫലം. അതായിരുന്നു അന്നത്തെ എൻ്റെ ഗുരു വന്നത്. മാഡം, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം 2 വരി. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ഹിന്ദി സോങ് ആദ്യം പാടിയെന്ന് പറഞ്ഞില്ലേ? അതെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം നമുക്കൊരു സന്തോഷമായിരിക്കും. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം, ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. ഒരുപാട് സന്തോഷമായി മാഡം. താങ്ക് യു സോ മച്ച്. എന്റെ ഗുരു ജി വെങ്കട്ടരാമൻ സാറിനും പി എൻ സുന്ദർ സാറിനും സമർപ്പിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഞങ്ങളെ പോലുള്ളവരെ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങളെ ആരും മറന്നില്ലല്ലോ. പിന്നെ ഞാനിവിടെ വരാൻ തന്നെ കാരണം എൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്ത കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണുക, അതൊരു പ്രധാനമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചന്ദ്രകുമാർ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണല്ല, ഭയങ്കര ഓട്ടമാണല്ല, അതിപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ആലോചിച്ച് ജനാർദ്ദനെ കുറിച്ച് ആലോചിച്ചപ്പോഴും പണ്ട് ഉദയയുടെ ഒരു സിനിമയിൽ ഞാനും ഷീലാമ്മയും കൂടെ ഞങ്ങളെ രണ്ടുപേരും കൂടെ ഓടിക്കുക റോട്ടിൽ എന്തിനാണെന്നറിയാം, റേപ്പ് ചെയ്യാൻ. അപ്പോ ഒരാളെ കിട്ടുമ്പോൾ മറ്റൊരാളെ കിട്ടുന്നില്ല. അവിടക്കം രണ്ടുപേരെ ഓടിച്ചോടിച്ചു പുള്ളിക്കാരൻ അവശൻ. ഞങ്ങളൊരു ഓട്ടോറിക്ഷ കയറി പോവുകയും ചെയ്തു. ആ ഇവിടുന്ന് സത്യം പറഞ്ഞാല് ജനാർദ്ദനൊക്കെ കണ്ടപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഞാന് 68 മുതൽ 80 വരെ സിനിമയിൽ അഭിനയിച്ചുള്ളൂ. ഏകദേശം ഒരു 250 സിനിമ അഭിനയിച്ചു. അത്രയും സിനിമയൊക്കെ എങ്ങനെ അഭിനയിച്ചത് ഇപ്പൊ ആലോചിക്കാൻ വയ്യ. ഒരു വർഷം 35 സിനിമ വരെ അഭിനയിച്ചു. പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ 80 അഭിനയം നിർത്തി. ഒരു കോളിളക്കത്തോടു കൂടിയായിരുന്നു എൻ്റെ വിവാഹം. ഞാൻ അഭിനയിച്ച പടം ലാസ്റ്റ് അന്ന് അഭിനയം നിർത്തുന്ന പടവും കോളിളക്കമായി. പിന്നെ രണ്ടാമത് ഒരു 23 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു വിനോദയാത്രയിൽ കൂടെ. അപ്പം ഇപ്പോഴുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാരോടൊക്കെ ഈ സലീമിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. വളരെ സന്തോഷം. ഏതായാലും മറന്നുപോയി പേര്, അജ്രാന പ്രൊഡക്ഷൻസിന്റെ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ വളരെ മിമിക്രി ചെയ്യാം. എല്ലാവരും ഇങ്ങനെ ഒന്നും അനങ്ങാതിരിക്കും. ഇങ്ങനെ അനങ്ങായിരുന്നാ മതിയോ? എന്തെങ്കിലും ഒന്ന് ചിരിക്കും നിങ്ങളാണ്. ഞാനൊരു വേദിയിൽ പോയപ്പോഴും ഇങ്ങനെ ഷീലാമ്മ ഇങ്ങനെ അനുകരിച്ചപ്പോ പിന്നെ ഇപ്പം ഞാനിപ്പോ എവിടെ പോയി ഞാൻ ആലോചിക്കും എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്, പറയാത്ത എന്താന്ന് അത് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ എവിടെ പോയാലും ഇങ്ങനെ ഷീലാമ്മ അനുകരിക്കുന്ന പറയുമ്പോ ഞാനിങ്ങനെ ഒരു പടത്തിന്റെ മനസ്സിലക്കര എന്നൊരു പടത്തിന്റെ അതിലൊരു സീൻ, അതില് ജയറാം വന്നിട്ട് പിന്നെ ഷീലാമ്മയോട് പറയും, കൊച്ചിന് ഈ സ്ഥലം ഓർമ്മയുണ്ട്, ഒരു പള്ളിയുടെ മുറ്റത്തെന്ന് ചോദിക്കുക, ഈ സ്ഥലം ഓർമ്മയുണ്ടോ? അപ്പൊ ഷീലാമ്മ പറയുന്നു, ഇത് ഞങ്ങളുടെ പള്ളിയാ, ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടതും ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുകുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് ഞാൻ സുരാജ് ഇങ്ങനെ അവതരിച്ച് കണ്ടപ്പോ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുക. അപ്പൊ അതിങ്ങനെ ഞാൻ പറഞ്ഞു നോക്കി. അതായത് പറയുന്നു ഒരു മതം ജാതി എന്തുമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ചൊവ്വച്ചടം ഞാനും കൂടി ഒരു യോഗം കൂടി അതിനെന്തോന്നൊരു തീരുമാനമാണ്. മകളെ സംബന്ധിച്ച് ഒരു ട്രൂ സീനിയർ അല്ലെ, നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു മഹാപ്രതിഭയാണ് ശ്രീലത മാം. ഒരു പാട്ട് ചോദിച്ചു, നമുക്കറിയാം ഗംഭീര മിമിക്രി നമ്മൾ പ്രതീക്ഷിക്കാത്ത, പക്ഷെ എല്ലാവരും ചിരിച്ചു, എല്ലാവരും ആസ്വദിച്ചു. മാം, നമുക്ക് നിങ്ങളൊക്കെ വഴികാട്ടിയായിട്ടുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അതെ, എനിക്കൊരു വലിയ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്കൊരു വലിയൊരു സന്തോഷം വന്നൊരു ദിവസം എന്താ വെച്ചാൽ ശ്രീവിദ്യക്ക് വേണ്ടി അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നുള്ള ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുന്നത്. ശ്രീവിദ്യ എന്നെക്കാട്ടി വലിയ പാട്ടുകാരിയാണ്, പക്ഷെ അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയ വളരെ സന്തോഷം തോന്നി. അതിലൊരു 4 വരി പാടാം.
കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല ഒളിരം നാൾ കുറെ പോവേണം മലനാട്ടമ്മയ്ക്കു തിരുനോമ്പ് കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല. ഓക്കെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും അജ്രാന പ്രൊഡക്ഷൻസിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ പ്രതീക്ഷാപൂർവ്വം നോക്കിയിരിക്കുന്ന ഒരു സായാഹ്നമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മകൾ കുറച്ച് പുറകിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഗുരുവന്ദനം നടത്തുന്ന സീനിയേഴ്സ് ആയിട്ട് എല്ലാവരും സന്നിഹിതരായിരിക്കുന്ന വേദിയിൽ ഞാൻ എൻ്റെ ഒരു ഗുരുവിനെയാണ് കാണുന്നത്. രഘുവേട്ടൻ സ്കൂളിൽ നിന്ന് നേരെ ക്യാമറയുടെ മുമ്പിലേക്ക് എന്നെ പിടിച്ചുകൊണ്ടുവന്ന് ആങ്കറിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണ് രഘുവേട്ടൻ. അവിടെ നിന്നാണ് എൻ്റെ ആങ്കറിങ്, മോഡലിംഗ്, സിനിമ യാത്രകൾ തുടങ്ങുന്നത്. അപ്പൊ അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ഗുരുവന്ദനം നടത്തുന്ന ഒരു വേദിയിൽ എനിക്കും ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആശംസകളും ഗുരുവേട്ടനും അജിതേട്ടനും അറിയിക്കുകയാണ്. ഒരു നല്ല യാത്രയാവട്ടെ, സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന, വിജയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയാവട്ടെ എന്ന് വിനയപൂർവ്വം ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവാനായിട്ട് ഗുരുക്കളെ ആദരിക്കുന്ന ഒരു വേദിയിൽ ചേർത്ത് നിർത്തിയതിലുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷവും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അമ്മേനെ ആദരിക്കാൻ സാധിച്ചത്. ഇതൊക്കെ ഫ്രണ്ട്സ് ആയിട്ടാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്, സുഹൃത്തുക്കൾ പോലെയാണ്. ഒരു കാര്യം, സിനിമ എടുക്കുമ്പോൾ തള്ളേന്നത് മറക്കാതിരിക്കുക. മലയാള സിനിമയിൽ കുടുംബാന്തരീക്ഷങ്ങൾ കൂടുതൽ ഉണ്ടാവട്ടെ, അച്ഛന്മാർ അമ്മമാരെല്ലാവരും ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, മലയാളത്തിൽ വ്യത്യസ്തമായ കഥകൾ നിറഞ്ഞിരിക്കുന്ന സിനിമകൾ സംഭവിക്കട്ടെ. അജ്രാന പ്രൊഡക്ഷൻസ് അതിന്റെ ഒരു ഭാഗമാവട്ടെ. എല്ലാവർക്കും കൃത്യമായ ആശംസകളും നല്ല സായാഹ്നവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രീലത മാം, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പുതിയ തലമുറയിലെ ആർട്ടിസ്റ്റുകളോട് പറയാനുള്ള ഒരു ഉപദേശം? എനിക്ക് ഉപദേശമൊന്നുമില്ല കേട്ടോ. കാരണം അല്ല, പുതിയ തലമുറയിലുള്ള ആൾക്കാരും ഞാനും ഒക്കെ ആയിട്ട് വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ പഴയ തലമുറയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവര് വിചാരിക്കും, ഓ ഒരുപാട് സിനിമയൊക്കെ വെച്ച് വലിയ നടിയായിട്ടിരിക്കുകയും നമ്മളൊക്കെ അടുത്തൊരു സംസാരിച്ചവര് സംസാരിക്കും. അപ്പൊ ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കും, കുഴപ്പമില്ലല്ലോ. അപ്പൊ അവര് ഫ്രീ ആയി, ഞാനും ഫ്രീ ആയി. പുതിയ തലമുറയിലുള്ള ആൾക്കാരെ കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അല്ല, എല്ലാവരും നല്ല നല്ല അഭിനയിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഒരുപാട് ഞങ്ങളുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ആ ഒരു ഉള്ള പരിമിതി വെച്ച് നമ്മളിങ്ങനെ ഒക്കെ അഭിനയിച്ചിട്ട് പോയി. നമുക്ക് ക്യാരവനോ പരിപാടി ഒന്നുമില്ല. ഞങ്ങളെല്ലാം പുറത്തിരുന്ന് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇപ്പോഴും ഞാനൊരു സിനിമയിൽ പോയിട്ട് എനിക്ക് ക്യാരവനത്തിരിക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്തിനെ എല്ലാവരും ഇങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി തന്നെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. അല്ല, എല്ലാം വേറൊരു കാര്യം കേട്ടോ, നമ്മള് വലിയ സീനിയർ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കും. നമ്മൾ അവരുടെ കൂടെ മിങ്കിൾ ചെയ്യണം. നമ്മൾ അവരിങ്ങോട്ടൊന്ന് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ എല്ലാവരുമായിട്ട്, പുതിയ തലമുറയായും പഴയ തലമുറയായും എല്ലാവരുമായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അല്ല, എനിക്ക് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വലിയ തലമുറ വ്യത്യാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ല. യഥാർത്ഥ ഒരു രണ്ട് സമപ്രായക്കാർ, രണ്ട് സുഹൃത്തുക്കൾ പോലെയാണ്. ലൊക്കേഷനിലും അമ്മ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു എനർജിയൊക്കെ ഞങ്ങൾക്ക് ആക്ച്വലി വലിയ പാഠങ്ങളാണ്. ബസ്സിൽ പിടിച്ച് കാരവാന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിയിരിക്കാതെ സിനിമ എന്ന് പറഞ്ഞാൽ, അഭിനയം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കേണ്ട ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒന്നിച്ചു പോവേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഗുരുവന്ദനത്തിലൂടെ ഈ വലിയ തലമുറ ഞങ്ങൾക്ക് പകർന്നു നൽകുന്നതും. അതിനും എല്ലാ സന്തോഷവും പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു. യെസ്, അപ്പൊ നമ്മുടെ വെരി യങ് ഗേൾ ശ്രീലത മാമിന് ഞങ്ങളുടെ എല്ലാവിധ ഇരിക്കട്ടെ, അത് വേണം. താങ്ക് യു സരിയു. താങ്ക് യു സരിയു. ആക്ച്വലി അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞു. I'm extremely
extremely happy and thrilled to be part of this new venture for the Channel Productions, and I hope I'll do my best. Thank you. Namaskaram. താങ്ക് യു സർ. ഹലോ, ഞാൻ ആദ്യമായി ഡെബ്യൂ ചെയ്തത് ഒരു ഹിന്ദി മൂവിയാണ്. അതിന്റെ ഒരു അടുത്ത ആൾ ഇവിടെ നിൽക്കുന്നുണ്ട്, മിസ്റ്റർ വിനോദ് ഉണ്ണിത്താൻ. പുള്ളിയാണ് അതിന്റെ ക്രിയേറ്റീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അത് ഞാൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആണ്. അത് ആക്സിഡന്റലായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആയതാണ്. അതിനെ പറ്റി വിനോദ് ഉണ്ണിത്താൻ പറയും. അല്ല, ആ പടം എല്ലാവരും കാണണം. Z5-ലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് അതിന്റെ ആദ്യമായിട്ട് ഞാൻ അതിന്റെ നരേഷൻ കേട്ടതിന് ശേഷം തന്നെ ഇതുപോലത്തെ ഒരു കഥ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഒരു അഡ്വക്കേറ്റ് എഴുതിയതാണ് പിന്നീടാണ് ഞാൻ മനസ്സിലായത്. ഇപ്പൊ എന്തായാലും അത് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞ് Z5-ല് ആ പടം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ പടം കാണണം. എന്റെ ഫ്രണ്ട് അജോയ് വർമ്മയാണ് അത് ഡയറക്ട് ചെയ്തേക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആണ് കഥ. അപ്പൊ എല്ലാരും ഒന്ന് കാണണം. പറഞ്ഞോണ്ട് അഭ്യർത്ഥിച്ച കേട്ടോ. ഇല്ല സാർ, ശരിക്കും നമുക്ക് അജ്രാണ പ്രൊഡക്ഷൻസിനെ കുറിച്ചൊക്കെ സാറിന്റെ ഒരു ആശംസ കേൾക്കണമെന്നുണ്ട്. കാരണം അത് മാത്രമല്ല, രഘുചേട്ടൻ സംവിധാനം ചെയ്ത ജയവാനും മുല്ലപ്പൂവും എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. ടു ക്രിയേറ്റീവ് മൈൻഡ്സ് എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിലാണ് ജയവാനും മുല്ലപ്പൂവും ചെയ്തത്. അപ്പോൾ നൗ വീണ്ടും അജ്രാണ പ്രൊഡക്ഷൻസിന്റെ ഒരു ഫാമിലി മെമ്പർ എന്ന് പറയാല്ലേ മൊത്തം. അതെ, സാർ നമ്മുടെ സാറിന്റെ 2 വാക്ക് ആശംസകൾ കേൾക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. പ്ലീസ് പറയൂ. ഞാൻ വിനോദിനെ ബോംബെയിൽ വെച്ചാണ് ഷൂട്ടിന്റെ സമയത്ത്. അതല്ല, ഞാൻ എന്റെ കൂടെ പഠിച്ച പലരുമാണ് ഇപ്പോ സിനിമാ ഫീൽഡിലുള്ളത്. രാജീവ് രവി, പിന്നെ ടിനി ടോം, പിന്നെ പാട്ടുകാരൻ വിജു നാരായണൻ, പിന്നെ എന്റെ ജൂനിയേഴ്സ് ആണ്. ഞങ്ങളൊക്കെ സെയിം ബാച്ചാണ്. പിന്നെ നമ്മുടെ അൻവർ റഷീദിന്റെ ജൂനിയറാണ്. പിന്നെ അമൽ നീരത്. അപ്പൊ പിന്നെ കുറെ സിനിമാക്കാരുടെ ക്ലൈൻസ് ഉണ്ട്. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് വന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു കണ്ടന്റ് പറഞ്ഞു, അത് രഘുവിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ തന്നെ എഴുതുന്നു, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു. എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ ഒരു വലിയൊരു ഡയറക്ടർ കൂടിയാണെന്ന് പറയാം. കാരണം നിങ്ങൾ കാണുന്ന വിഷ്വൽസ് ആണല്ലോ നമ്മള് സ്ക്രീനിലേക്ക് എത്തുന്നത്. സോ മാഡം എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലറാണ്. ഗംഭീരമായി ഇവിടെ. അപ്പൊ എന്തായാലും സർ, താങ്ക് യു സോ മച്ച്. സർ സർ രഘുവിനെ പറ്റി എന്ത് പറയാനാ, അതായത് എൻ്റെ ഞാൻ 10-20 വർഷമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നതാണ് ബോംബെയിലും മലയാളത്തിലൊക്കെ ആയിട്ട്. എൻ്റെ ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്തത് രഘുവാണ്. ആ പടത്തിന് തന്നെ ചിത്രചേച്ചിക്ക് ഒരു ഫിലിം ഫെയർ അവാർഡും പിന്നെ ശിവതയ്ക്ക് ബെസ്റ്റ് ആക്ട്രസിന്റെ ക്രിറ്റിക്സ് അവാർഡ് നേടിത്തുന്ന ഒരു പടമാണ്. അപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് പടം കൂടെ ആയതുകൊണ്ട് അതുകൂടാതെ തന്നെ രഘുവായിട്ട് ഒരു ഫാമിലി റിലേഷനാണ്. അപ്പൊ രഘു ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പോൾ അപ്പം രഘു വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇതിൽ കൂടുതൽ എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ എത്തിയിരിക്കും. എവിടാണോ എന്താണോ എങ്ങനെയും ഞാൻ തേടി എത്തിക്കും. ഓക്കെ, പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും രഘുവിനുണ്ട്. എല്ലാവർക്കും ഉണ്ടാകും. ഈ പ്രൊഡക്ഷൻ ഹൗസ് വളരെ വളരെ വലിയൊരു പ്രൊഡക്ഷൻ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, താങ്ക് യു. ഡൽഹിയിലൊക്കെ ഭയങ്കര പിടിപാടാന്ന് പറഞ്ഞവര് ബോംബെയിലൊക്കെ നല്ല പിടിപാടുള്ളതാണ്. ഉണ്ടല്ലോ കൂടുതൽ ആക്ച്വലി നല്ല പിടിപാട്. ഓക്കെ, എല്ലാം ഗംഭീരമായി വരട്ടെ. പ്ലീസ് അനുമോളുടെ വാക്കുകൾക്ക് നമുക്ക് അതൊരു കംപ്ലീറ്റ് സെന്ററിലേക്ക് വരും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത്. അതിനൊപ്പം സത്യം പറയാനും എനിക്ക് ലേശം പേടിയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെയൊക്കെ കൂടെയാണ്. സോമേട്ടനും രവിചേട്ടനും ജർട്ടേട്ടനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കൈരളി ചാനലിലാണ് ഞാൻ ഈ
എൻ്റെ പട്ടാമ്പി നാടൊക്കെ വിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് ഈ ഒരു വലിയ ലോകത്തേക്ക്, ഈ ഒരു മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നത് കൈരളി ടിവിയിലാണ്. അപ്പം എൻ്റെ കൂടെ ആങ്കേഴ്സ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു കൈരളി ഗെറ്റ് ടുഗദർ ഇവിടെ ഉണ്ട്. എൻ്റെ സീനിയർ ആങ്കേഴ്സും എൻ്റെ ഗുരുനാഥന്മാരും എന്നെ ആങ്കറിങ് പഠിപ്പിച്ച്, സംസാരിക്കാൻ പഠിപ്പിച്ച്, ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പഠിപ്പിച്ച ആളുകളുടെ കൂടെയാണ് ഇവിടെ നിൽക്കണേ എന്നുള്ളൊരു പേടിയും ബഹുമാനവും എല്ലാം ഉള്ളിലുണ്ട്. അതിനൊപ്പം ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ചന്ദ്രകുമാർ സാറിന്റെ ഒരു ആഡിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മൂവി ആങ്കറിംഗ് വിട്ടിട്ട് ഒരു മൂവി എന്നുള്ള രീതിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് സാറുടെ മൂവി ക്യാമറയുടെ മുന്നിലാണ്. മധു സാർ ഇവിടെ ഉണ്ട്, മധു അമ്പാൽ സാറിന്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ഗുരുക്കന്മാരെ പോലെ കാണുന്ന ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊന്നും ആയിട്ടില്ല. പക്ഷെ അനുഗ്രഹം എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് അജ്രാന പ്രൊഡക്ഷൻസിന് എല്ലാവിധ ആശംസകളും. കേവ് എന്ന് പറയുന്നത് നമ്മളൊരു OTT ആണ്. നമ്മൾ കുറച്ച് ഫിലിംസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി എന്ന് പറയുന്ന ഫിലിമൊക്കെ നമ്മളാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഫിലിംസ് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം കൂടുതൽ ഫിലിംസും നല്ല നല്ല ഫിലിംസും ഒക്കെ ആയിട്ട് കേവിൽ ഒരുപാട് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതിനൊരു നല്ല തുടക്കവുമായിട്ട് ഇതാ ലിപ് ലോക്ക് എന്നുള്ള സിനിമയും എല്ലാ ആശംസകളും. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. രഘുചേട്ടാ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് അജ്രന പ്രൊഡക്ഷൻസിനും എല്ലാ ആശംസകളും. ഗുരുവന്ദനം ഇവിടെ നടത്തുന്നതിന്റെ ഒപ്പം എന്റെയും എല്ലാ ഗുരുക്കന്മാരുടെയും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അതൊരു വലിയ വലിയ സന്തോഷം തന്നെയാണ്. ഇവരാണ്, എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും, ഇവരാണ് എന്നെ ഈ ഇൻഡസ്ട്രി കൊണ്ടുവന്നതും. അതല്ലെങ്കിൽ സോമേട്ടനും ചെറുട്ടേട്ടനും ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത്. അപ്പം അതെ, ഇവരാണ് അതിന്റെ പിന്നിൽ ആളുകൾ. അപ്പം അങ്ങനെ ഒരു വലിയ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും എന്റെ സ്നേഹം. നമുക്ക് അത്രയും നല്ലൊരു പ്രോത്സാഹനവും നൽകി നമ്മളെ പുഷ് ചെയ്ത് നല്ലൊരു പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്ന് ഗൈഡ് ചെയ്ത് മെന്റർ ചെയ്യാന്ന് പറയുന്നത് യു ആർ വെരി ബ്ലെസ്ഡ് ദാറ്റ് യു ഹാവ് സച്ച് ഗ്രേറ്റ് ജെനുവിൻ മെന്റേഴ്സ് അല്ലെ. ഇത്രയധികം നല്ല ഗുരുക്കന്മാരൊക്കെ ലഭിച്ചിരിക്കുന്നു. ഒരാളെ കൂടി ഞാൻ ഈ അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സുമേഷ് ഏട്ടൻ, ആക്ടർ സുമേഷ് ഏട്ടൻ. സുമേഷ് ഏട്ടാ വരൂ, നല്ലൊരു ഗൈഡ് കൊടുക്കാം. അദ്ദേഹം ദൃശ്യം 3 അഭിനയിച്ചതിന് ശേഷം ഇന്ന് ഷൂട്ട് കുറച്ച് നേരത്തെ കഴിഞ്ഞു, അവിടെ വരാൻ സാധിച്ചു. അതിൽ വളരെ സന്തോഷം. ആൻഡ് അഗെയിൻ ജവാനും മുല്ലപ്പൂവും എന്ന ചിത്രത്തിലെ നായകൻ ഇസ് ഹിയർ. നല്ലൊരു കൈയടി കൊടുക്കാം സുമേഷ് ഏട്ടാ. സുമേഷ് ഏട്ടൻ്റെ ടീമിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. ഓക്കെ, സുമേഷ് ഏട്ടാണെങ്കിൽ സുഭാഷ് ഏട്ടനുണ്ട്. ആൻഡ് ഇറ്റ്സ് മോർ ലൈക്ക് എ ഫാമിലി അല്ലേ. നല്ലൊരു ടീമാണ്, നല്ലൊരു കൂട്ടുകെട്ടാണ്. എന്താ പറയാനുള്ള അവസരത്തില് അജ്രന പ്രൊഡക്ഷൻസിന് നല്ലൊരു ആശംസയിൽ തുടങ്ങാം. അതെ, ഇതിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ സ്നേഹവും പ്രാർത്ഥനയും ഈ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ ചേട്ടൻ എന്ന് പറയുന്ന ഒരാള് സിനിമ മോഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കലാകാരൻ എന്നുള്ള നിലയിൽ ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയില് നായകനായിട്ടൊക്കെ എന്നെ കാസ്റ്റ് ചെയ്യുകയും അതുപോലെ വിനോദ് സാറ് രവിചേട്ടനൊക്കെ അടങ്ങുന്ന വലിയൊരു ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. പടമാണെങ്കിലും എല്ലാവരും കണ്ടു. അങ്ങനെ എന്താ പറയുക, ഈ ഒരു അജ്രാന പ്രൊഡക്ഷൻസ് വരെ രവിചേട്ടൻ ഈ തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ആരും ഉണ്ടാവുകയായിരിക്കും. അപ്പൊ ഞങ്ങളുടെ കുടുംബം ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി ആരംഭിക്കുന്നു. അതിന് എന്താ പറയുക, സർവേസിന് എല്ലാ ഭാഗ്യവും എല്ലാ വിജയവും സമ്മാനിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. Okay, thank you so much. So this is about Cave, the OTT platform. Caveയിലൂടെ മിനി മൂവി ആയ വ്ലോഗ് ഉടൻ തന്നെ നിങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് സ്ട്രീമിങ്ങിനായിട്ട് എത്തുന്നതായിരിക്കും. അതിനായി കാത്തിരിക്കാം. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം ഭംഗിയാവട്ടെ, ഗംഭീരാവട്ടെ. താങ്ക് യു സോ മച്ച് ടീം കേവ്. യെസ് സുമേഷേട്ടാ, പേയ്മെന്റ് തരും. പ്രൊഡ്യൂസർ ഉണ്ട്, ഡയറക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് അതൊക്കെ പിന്നീട് മേടിക്കാം. സുമേഷ് പ്രത്യേകിച്ച് പൈസയൊന്നും ഇല്ല. അല്ല, മിമിക്രി എങ്ങനെ ചെയ്യാറില്ലേ? പറഞ്ഞു കൊണ്ടുപോലെ ഞാൻ ഇപ്പം ഈ എന്താ പറയാ, ഇപ്പൊ ആദ്യം എടുത്തു പറയേണ്ടത് ഡയാന. ഞങ്ങൾ സ്റ്റാർ മാജിക്കിൽ ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോയതിനു ശേഷം ഇപ്പോഴാണ് കാണുന്നത് ഡയാനയുടെ ഒരു 3 പ്രാവശ്യം ഒരു കല്യാണ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നിലും ചെല്ലാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഒരു ഫംഗ്ഷൻ കണ്ണൂരാണെങ്കിൽ അടുത്ത ഫംഗ്ഷൻ തിരുവനന്തപുരത്തായിരുന്നു. എറണാകുളത്ത് വെച്ചത് വന്നത്. എന്തായാലും നമ്മുടെ റിക്വസ്റ്റ് നമ്മൾ മറക്കൂല അല്ലേ? ഒരു നല്ലൊരു പാട്ട് നല്ലൊരു പാട്ടായിക്കോട്ടെ. ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാട്ട്
നാല് പേര് ഞാൻ സ്റ്റാർ മാജിക്കിൽ പോയതുകൊണ്ട് എന്റെ വിരുദ്ധം ആയിക്കോട്ടെ. ആക്ച്വലി ഡിലേക്ക് ഉണ്ടായിരുന്നു. ഈ ശങ്കരാഭരണം ശങ്കര എന്ന് പറയുന്ന ഗാനത്തിന് മുമ്പ് ഗാനമേള എനിക്ക് ഒരു ശ്ലോകം പോലെ പാടാറുണ്ട്. അപ്പൊ അതിന് മുമ്പുള്ളൊരു ശ്ലോകം. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരി നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയ മദംഗ മദാനഭാഗം വാരാണസി പുരപതി ഭജ വിശ്വനാഥം ശങ്കര. ഇപ്പൊ മലയ്ക്ക് മാലയിട്ട് നോയമ്പിലാണ്. അപ്പം പള്ളിക്കെട്ടിന്റെ ഇതിലുള്ള വിരുദ്ധം. ഇരുമുടി താങ്ങി ഒരു മലയായി ഗുരുവിനവേ വന്നോ ഇരവിനെ വീർക്കും യവനെയും വെല്ലോ തിരുവാതിരെ കാണവന്തോ. തിരുവേണ്ടോടത്തിലെ ഒരു വിരുദ്ധം. മഴി കണ്ണിന്റെ മഞ്ചാടി കവിളത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവ് പൊൻപായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. താങ്ക് യു. സുരക്ഷിതാ, നമ്മളൊരു എറണാകുളത്തുള്ള സിനിമയിൽ ഒരു പാട്ട് പാടി കേൾക്കാൻ പോകുന്നത് ഇതുണ്ടാവില്ലേ? ഉണ്ടാവണം അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിലും അജ്രാന പ്രൊഡക്ഷൻസ് ഒരു വഴി കാട്ടട്ടെ അല്ലെ? കാണാവട്ടെ. ഓക്കെ, എന്തായാലും ബ്യൂട്ടിഫുൾ, എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയിരുന്നു ഇത് കേട്ടോ. ഗംഭീരമാക്കി. താങ്ക്സ് ടു സുമേഷ്, താങ്ക്സ് ടു എവ്രിവൺ. എല്ലാ ശിഷ്യന്മാരും പ്രിയങ്കരാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മൊട്ടയിന് മാത്രമേ ഉള്ളൂ, പക്ഷെ തറ ആർക്ക് ഒന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ മോളിൽ നടന്നത്. എന്റെ ഏറ്റവും സുഹൃത്തായ പൊതുവാട്ട് എന്റെ സഹോദരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹം ഉള്ള ഒരു വേദിയിലാണ് എനിക്ക് ഈ ഗുരുവന്ദനം ചെയ്തത് എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇതിനാണ് പ്രൊഡക്ഷൻസ് ഭയങ്കര വലിയ ഒരു പ്രൊഡക്ഷൻ ഹൗസായി മാറാൻ അതിലെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിജയേട്ടനെ ആദരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. വിജയേട്ടന്റെ പടമാണ് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ ക്ലാഷ് വർക്ക് ചെയ്യുന്ന ഒരു പടം. ഘോഷയാത്ര എന്തായാലും വിജയേട്ടനെ ആദരിക്കുക ഒരു വലിയ സംഭവം തന്നെ. വിജയേട്ടൻ പ്രസിഡന്റായിരുന്നു, ക്യാമറമാൻ, അങ്ങനെയുള്ള എല്ലാം കൊണ്ടും വിജയേട്ടനെ അത്രയും അടുത്തൊരു ബന്ധമാണ്. എന്തായാലും സന്തോഷം. അജ്രാന ഫിലിംസ് ഒരു സൂപ്പർ ഹിറ്റ് പടം അടുത്തത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.